തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഏവരുടെയും ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വാക്യം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നു. കരുണാമയനും സ്നേഹമൂർത്തിയുമായ യേശുക്രിസ്തുവിൻ്റെ രൂക്ഷ വിമർശനത്തിന് വിധേയരായ ഒരു കൂട്ടരാണ് പരീശന്മാർ, സദൂക്യർ. മറ്റുള്ളവരിലെ നന്മയെ കാണുന്നതിലുപരി അവരുടെ ദോഷങ്ങളൊക്കെ അരിച്ചുപിറക്കി കണ്ടെത്തുന്നതിലാണ് അവർ ശ്രദ്ധ വെച്ചതും സന്തോഷം കണ്ടെത്തിയതും. ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ വെളിച്ചമെന്തെന്ന് കണ്ടിട്ടില്ല. ശബ്ദം കേൾക്കുവാനല്ലാതെ ആരുടെയും രൂപം, ആരുടെയും മുഖം കണ്ടിട്ടില്ല. ഹതഭാഗ്യനായ ആ മനുഷ്യന് യേശു സൗഖ്യം നൽകിയപ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാണ് വരുത്തിയത്. നേർബുദ്ധികളായ ആരും അതിൽ സന്തോഷിക്കുകയും അത് സാധ്യമാക്കിയ യേശുവിനോട് നന്ദി പ്രകടിപ്പിക്കാതിരിക്കുകയുമില്ല. പക്ഷേ പരീശന്മാർ അവിടെ കുറ്റം കണ്ടെത്തുകയായിരുന്നു. യേശു ശാബത് ലംഘിച്ചാണ് സൗഖ്യം നൽകിയത് എന്ന് പറയുവാൻ താല്പര്യപ്പെടുകയായിരുന്നു അവർ. അവരുടെ ഗണത്തിൽപ്പെടുന്നവരെ ഏത് സമൂഹത്തിലും കാണാം. അവരെപ്പറ്റി യേശു വിലയിരുത്തിയിട്ടുള്ളത് സ്വന്തം കണ്ണിൽ വലിയൊരു മരക്കഷ്ണം ഇരിക്കെ അന്യൻ്റെ കണ്ണിലെ കരട് കണ്ടെത്തുവാൻ വെമ്പുന്നവർ എന്നാണ്. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം മാറ്റിക്കളയുമ്പോൾ അന്യൻ്റെ കണ്ണിലെ കരട് വ്യക്തമായി കാണാമെന്നും കൂട്ടിച്ചേർക്കുന്നു കർത്താവ് ഇവിടെ. സ്വയം വിമർശനവും വിലയിരുത്തലും നടത്തിയാൽ തിരുത്തൽ വരുത്തുവാനും വിനയപ്പെടുവാനും സാധിക്കും. മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുവാൻ ഉപയുക്തമാക്കുകയും ചെയ്യും. ദോഷൈക ദൃക്കിന് അന്യൻ്റെ നന്മയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അഭിനന്ദനത്തിൻ്റെയോ പ്രശംസയുടെയോ ഒരു വാക്കുപോലും അങ്ങനെയുള്ളവരുടെ നാവിൽ നിന്ന് ഉയരുകയില്ല. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന്. പുളിച്ചമാവ് കപടഭക്തി ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ് യേശുക്രിസ്തു അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു, അവൻ അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹേരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് ആഹ്വാനം ചെയ്യുന്നു. ശുദ്ധമുള്ള ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ദിനത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഈ അവസരത്തിൽ മാതാവ് ഏറ്റവും ശ്രേഷ്ഠമായി താഴ്മയുടെ വിളനിലമായി പ്രശോഭിച്ച സ്ത്രീരത്നമാണ്. അങ്ങനെ മാതാവിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിനയത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും നൈർമല്യത്തിൻ്റെയും ഭാവങ്ങൾ ഈ ദിവസങ്ങളിൽ ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീക്ഷണം ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഹൃദയം സ്വച്ഛമാക്കുവാനും നമ്മുടെ ദർശനങ്ങൾ നേരെയാക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ദർശനങ്ങൾ നേരെയാക്കുമ്പോൾ ശരിയായ ഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ശക്തിയോടെ ക്രൈസ്തവ ജീവിതത്തെ പടുത്തുയർത്തുവാൻ തക്കവണ്ണം സാധിക്കും. അന്യൻ്റെ നന്മകളിൽ സന്തോഷിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. അന്യനെ ശ്രേഷ്ഠനായി എണ്ണുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ക്രൈസ്തവൻ. ഏവർക്കും ശുഭദിനം.